ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് മാതൃഭൂമി ന്യൂസ് ബ്രേക്കിംഗ് അവേഴ്സ് കടക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് മന്ത്രിയെ ചോദ്യം ചെയ്ത് തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായാണ് മൊഴി രേഖപ്പെടുത്തിയത്. ആർ അനന്തകൃഷ്ണനാണ് ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനന്തൻ, വളരെ പ്രധാനപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഗൂഢാലോചന അന്വേഷിക്കുന്ന സംഘം കേന്ദ്രമന്ത്രിയെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായത്? ഈ പോലീസിന്റെ നീക്കത്തോട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നുണ്ടോ? രതീഷ്, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിൽ 2 അന്വേഷണം പൂർത്തിയായി. അതിൽ 3ാമത്തെ അന്വേഷണം ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ചുള്ള പരാതിയിലാണ് ആ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ്. ആ സംഘമാണ് ഈ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ നടന്നത്. പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത് സുരേഷ് ഗോപിക്കെതിരായ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപി എങ്ങനെയാണ് ആദ്യം എത്തുന്ന നേതാവായി ഈ അലങ്കോലപ്പെട്ട സ്ഥലത്തേക്ക് എത്തുന്നത് എന്നുള്ളതായിരുന്നു. അതിനൊപ്പം തന്നെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ എത്തിയത് എങ്ങനെ എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രത്യേക സംഘം സുരേഷ് ഗോപിയോട് ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് BJP പ്രവർത്തകർ പറഞ്ഞാണ് പൂരം അലങ്കോലപ്പെട്ട വിവരം താൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിൽ ഇടപെടേണ്ടതിന്റെ ഭാഗമായി അവിടേക്ക് എത്തി എന്നുള്ളൊരു മൊഴിയാണ് സുരേഷ് ഗോപി പ്രത്യേക സംഘത്തിന് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെടുപ്പാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത്. അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം ചെയ്യലാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം സുരേഷ് ഗോപിക്കെതിരെയാണ് ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് CPI അടക്കം പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ അന്ന് സുരേഷ് ഗോപി ഈ പൂരം അലങ്കോലപ്പെട്ട സംഭവം നടക്കുമ്പോൾ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ അവിടെ ആ അലങ്കോലമായതിനു ശേഷം തിരുവമ്പാടി ദേവസ്വം ഇനി ചടങ്ങുകൾ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന നിമിഷം അവിടെ ആദ്യമെത്തിയ നേതാവ് അന്നത്തെ BJPയുടെ തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നു. അതും സുരേഷ് ഗോപി എത്തിയത് സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻ സീറ്റിൽ ഇരുന്നുകൊണ്ടാണ്. ഇതാണ് CPI നേതാവ് VS സുനിൽകുമാർ അടക്കം അത് ചോദ്യം ചെയ്തത്. എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്ര പെട്ടെന്ന് അവിടേക്ക് എത്തിയത്? അതിനു പിന്നിൽ സംഘപരിവാറിന്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതായത് ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഗൂഢാലോചന അതിനു പിന്നിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഈ പൂര മൈതാനത്തേക്ക് ഉള്ള എല്ലാ റോഡുകളും പോലീസ് അടച്ചിരുന്നു, ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ വാഹനം, ആ ആംബുലൻസിന് മാത്രം പോലീസ് ഉദ്യോഗസ്ഥർ ബാരിക്കേഡ് മാറ്റി അകത്തേക്കുള്ള വരവ് ഒരുക്കി കൊടുത്തു. അതിനൊപ്പം തന്നെ സുരേഷ് ഗോപി എത്തിയതിനു ശേഷമാണ് ഈ പൂരച്ചടങ്ങുകൾ വെട്ടിക്കുറച്ച് പിറ്റേന്ന് പകൽപൂരം നടത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് തിരുവമ്പാടി ദിവസം എത്തിയത് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് സുരേഷ് ഗോപിയോട് പ്രത്യേക സംഘം ചോദിച്ചത്. ഏതായാലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആദ്യമായിട്ടാണ് ഈ പ്രത്യേക സംഘം ഈ ത്രിതല അന്വേഷണത്തിലേക്ക്. ഇത് പെട്ടെന്ന് തന്നെ ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിലേക്ക് വരുമോ? ഇപ്പോൾ ADGPക്ക് എതിരായ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അദ്ദേഹം വേണ്ട രീതിയിൽ ഇക്കാര്യങ്ങളിൽ പ്രതികരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് DGP ആ റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ വേഗം തന്നെ നമുക്കറിയാം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പലവിധ കഴിഞ്ഞുപോയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരേണ്ട ഒരു സമയം കൂടിയാണ്. അത് വരുത്താൻ ശ്രമിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ വേഗത്തിൽ റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ടോ? ഇനി ആരെങ്കിലും ഇതിന്റെ മൊഴിയെടുക്കലടക്കം ബാക്കിയുണ്ടോ? ദിവിഷ, ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം അവസാന ഘട്ടത്തിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം പ്രത്യേക സംഘം പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ അവസാന ഘട്ടത്തിലാണ് ഇതിൽ പ്രധാന ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപിയുടെ മൊഴിയെടുപ്പോട് കൂടി ഈ അന്വേഷണത്തിന്റെ ഏതാണ്ട് എല്ലാ നടപടികളും പൂർത്തിയാകുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 3 അന്വേഷണമാണ് നടന്നത്. അതിൽ മനോജ് എബ്രഹാം മറ്റു വകുപ്പുകളുടെ മറ്റു വകുപ്പുകളുടെ ഇടപെടലാണ് അന്വേഷിച്ചത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ADGP MR അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് വിരമിച്ച DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷിച്ചത്. അദ്ദേഹം കണ്ടെത്തിയത് ADGP MR അജിത് കുമാറിന് ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ഇടപെടുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൂരം അലങ്കോലപ്പെട്ടു, MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്നതൊക്കെ ഉള്ളത് DGP തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു കണ്ടെത്തലിന്റെ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് നിൽക്കുമ്പോഴാണ്
ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം വലിയ പ്രസക്തി ഉള്ള കാര്യമായി മാറുന്നത്. അങ്ങനെ അലങ്കോലപ്പെട്ടെങ്കിൽ അത് ആർക്കു വേണ്ടി അലങ്കോലപ്പെടുത്തി, എം.ആർ. അജിത് കുമാർ ഇടപെടാതെ കൃത്യവിലോപം കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യത്തിന്റെ അവിടെ പ്രധാനമായും CPI ഉന്നയിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി എന്നുള്ളതാണ്. ഈ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ പ്രത്യേക സംഘത്തിന് നേരത്തെ നൽകിയ മൊഴിയും അപ്രകാരം തന്നെയായിരുന്നു. കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം അലങ്കോലപ്പെടുത്തിയെന്നാണ് സുനിൽകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. മാത്രമല്ല അതിന് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സഹായം നൽകി. സംഘപരിവാറും ദേവസ്വങ്ങളെ അദ്ദേഹം നേരിട്ട് കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ കൂടി സംഘപരിവാറിന്റെ ഒരു ഗൂഢാലോചനയും ഇതിന് പിന്നിലുണ്ട് എന്നുള്ള തരത്തിലാണ് സുനിൽകുമാർ മൊഴി നൽകിയത്. ആ മൊഴി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പ്രത്യേക സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. അതും തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയത്. ഈ സുരേഷ് ഗോപിയുടെ മൊഴി എടുത്തതോടുകൂടി ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. സുരേഷ് ഗോപി പൂരം അലങ്കോലമായ ദിവസം അവിടേക്ക് ആംബുലൻസിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടത്. സുരേഷ് ഗോപി ആണ് അവിടെ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്. ആദ്യം എത്തുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ സുരേഷ് ഗോപിയായിരുന്നു. ആംബുലൻസിലാണ് സുരേഷ് ഗോപി പൂരപ്പറമ്പിലേക്ക് എത്തിയത്. പൂരം അലങ്കോലമായതിന് തൊട്ടു പിന്നാലെയാണ് സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നത്. ആംബുലൻസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് വീണ്ടും പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത്. സേവാഭാരതിയുടെ ആംബുലൻസിൽ മുൻ സീറ്റിൽ ഇരുന്നായിരുന്നു സുരേഷ് ഗോപി പൂരപ്പറമ്പിലേക്ക് എത്തിയത്. ADGP M.R. അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുണ്ടായിരുന്നത് അന്ന് ADGP M.R. അജിത് കുമാറിനായിരുന്നു. M.R. അജിത് കുമാർ പൂരം അലങ്കോലമായപ്പോൾ നോക്കി നിന്നു, ഇടപെട്ടില്ല എന്ന ഗൗരവമുള്ള ആരോപണമാണ് അന്നത്തെ തൃശ്ശൂരിലെ ലോക്സഭാ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ, മുൻ മന്ത്രി ഉൾപ്പെടെ അന്ന് ആരോപണമായി ഉന്നയിച്ചത്. അതിന് പിന്നാലെ ADGP M.R. അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നു. മറ്റു വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം രണ്ടാമത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ADGP H. വെങ്കടേഷ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായാണ് ഈ മൊഴി എടുത്തത് എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്.